It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കയ്യിലിരുന്ന് തുള്ളിക്കളിക്കുന്ന നല്ലൊരു സുന്ദരൻ ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലുള്ള വെറും 4 സിമ്പിൾ ചേരുവകൾ മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഹൽവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഹൽവയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ആ സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് തിക്കാവാൻ തുടങ്ങും. നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സിന് ഒരു ഗ്ലേസി ടെക്സ്ചർ വരും. ആ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും നെയ്യ് നന്നായിട്ട് നമ്മൾ കോൺഫ്ലവർ അബ്സോർബ് ചെയ്യും. ആ സമയത്ത് വീണ്ടും നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യ് നന്നായിട്ട് അബ്സോർബ് ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ 6 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ആയി കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു അല്പം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അവസാനമായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രയും വലിയ ഈ പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവാതെ. നമ്മുടെ നല്ല വലുപ്പമുള്ള വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കതൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് പകർത്തി വെക്കാം. ഞാനൊരു ട്രേ ജസ്റ്റ് ഒന്ന് നെയ്യ് തൂത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് നമ്മുടെ ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിന് മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിന് മേലോട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഹൽവ നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് ചൂടാറി വന്നാൽ മതി. ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ മതി കേട്ടോ. അപ്പോൾ ഈ ഹൽവ നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളൂ. അപ്പം ഞാനിതൊരു 1 മണിക്കൂർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹൽവേനെ ഒരു കട്ടിംഗ് ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സെൻറ്ററിലോട്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തട്ടി കൊടുത്താൽ മനസ്സിലാവും ഹൽവ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഹൽവയാണ്. എന്നാൽ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുന്ന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.